ഈ വരുന്ന ഏപ്രിൽ 11, 12, 13 തീയതികളിലായിട്ട് കോട്ടയ്ക്കൽ പുത്തൂർ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു മെഗാ ബിസിനസ് എക്സ്പോ കം ഫുഡ് ഫെസ്റ്റിവൽ ആൻഡ് സെമിനാർസ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ റീജിയനായിട്ട് BNI മലപ്പുറത്തിന് എത്താൻ സാധിച്ചു. ആദ്യത്തെ റീജിയൻ എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ BNI കൊച്ചിൻ 12-13 വർഷം കൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ എത്തിയെങ്കിൽ കമ്പാരിറ്റീവ്ലി 8-ാമതോ 9-ാമതോ ആയി വന്ന മലപ്പുറം കഴിഞ്ഞ 4 വർഷം കൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു റീജിയനായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെ ടോപ്പ് പെർഫോമിംഗ് റീജിയൻസിലെ ആദ്യത്തെ 10% റീജിയൻസിലെ ഒരു റീജിയനായിട്ട് BNI മലപ്പുറത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് BNI മലപ്പുറത്തിലെ മെമ്പേഴ്സ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് തന്നെ 1200-ലധികം കോടി രൂപയുടെ ബിസിനസ് പരസ്പരം ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ BNI മലപ്പുറത്തിലെ മെമ്പേഴ്സ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിലെയും മറ്റ് ഇന്ത്യയിലെ പല ഭാഗത്തുനിന്നുള്ള പല ഡെലിഗേറ്റ്സിനെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ എക്സ്പോ കം കോൺഫറൻസ് ആണ് ഈ വരുന്ന 11, 12, 13 തീയതികളിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നടത്തുന്നതായിരിക്കും. അതിനുശേഷം മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പൗരപ്രമുഖരിൽ അടങ്ങുന്ന ഒരു ചടങ്ങ് അന്നേ ദിവസം തന്നെ വൈകിട്ട് 5 മണിക്ക് വീണ്ടും നമ്മളെ വെന്യൂവിൽ വെച്ച് നടത്തുന്നുണ്ട്. 12-ാം തീയതി ഇന്ത്യയിലെയും കേരളത്തിലെയും ഒരുപാട് പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് BNIയുടെ ലീഡേഴ്സ് അതുപോലെ തന്നെ മറ്റ് മെമ്പേഴ്സൊക്കെ പങ്കെടുത്തുകൊണ്ട് വലിയൊരു കോൺഫറൻസ് നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫുഡ് ഫെസ്റ്റിവലും സിത്താര കൃഷ്ണകുമാർ പ്രൊജക്ട് മലബാറിക്കസിൻ്റെ ഒരു ബാൻഡ്, അതുപോലെ തന്നെ ഉറുമി എന്ന് പറയുന്ന ബാൻഡ്, ഇവരൊക്കെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. 200-ലധികം സ്റ്റോളുകൾ ഈ എക്സിബിഷനിൽ നമ്മുടെ നാട്ടിലുള്ള എൻ്റർപ്രനേഴ്സിൻ്റെ സ്റ്റോളുകൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 ദിവസങ്ങളിലായിട്ട് ഏകദേശം 20,000-ലധികം പബ്ലിക് വാക്കിൻസ് ആണ്. ഇതിൻ്റെ എക്സ്പോ എൻട്രി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, എൻട്രി ചാർജസ് ഒന്നുമില്ല. അപ്പോൾ 20,000-ഓളം പബ്ലിക് വാക്കിൻസ് ആണ് ഈ എക്സ്പോയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്.